പ്രിയമുള്ളവരെ, ഇതുപോലൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിരവധി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റതിൻ്റെ വിശ്വാസങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടത് തന്നെ അതിക്രൂരതയുടെ നടുവിലാണ്. അമേരിക്കയെ പോലെ ലോകത്ത് ഇത്രയേറെ നൃശംസതകൾ നടത്തിയിട്ടുള്ള, ഇത്രയേറെ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുള്ള മറ്റൊരു രാജ്യമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്രയേറെ ആക്രമണങ്ങളാണ് അവർ ലോകത്ത് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്ന സമയത്ത് അമേരിക്കയിലെ ആദിമ നിവാസികളായിട്ടുള്ള ഇന്ത്യ മയന്മാർ എന്നൊക്കെ വിളിക്കുന്ന അവിടുത്തെ ആദിമ നിവാസികളെ, ആ ആദിമ നിവാസികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരതകൾ ചെയ്തുകൊണ്ടാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പിറവിയെടുക്കുന്നത്. ആഫ്രിക്കയുടെ ഭാഗങ്ങളിൽ വസൂരി പടർന്നിരുന്നൊരു കാലത്ത് അവിടുത്തെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് മറ്റു മനുഷ്യന്മാർ വസൂരി പിടിച്ചു മരിച്ചുപോയ സമയത്ത് അവിടെ അമേരിക്കയുടെ പ്രത്യേക വളണ്ടിയർമാരെ അവരെ സ്റ്റെറിലൈസ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് വസൂരി ബാധിച്ച് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ കമ്പിളിപ്പുതപ്പുകൾ ഒന്നിച്ച് ശേഖരിച്ചെടുക്കുകയാണ് അമേരിക്ക ചെയ്തത്. ആ കമ്പിളിപ്പുതപ്പുകളിലൊക്കെ തന്നെ വസൂരിയുടെ അടുക്കലുണ്ട് എന്നതുകൊണ്ട് ആ പുതപ്പുകൾ ശേഖരിച്ച് അമേരിക്കയിൽ കൊണ്ടുവന്നു അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ഇങ്കോ മയന്മാർക്ക് കൊടുത്തിട്ട് അവരിലൊക്കെ വസൂരി പടർത്തി അങ്ങനെ കൂട്ടത്തോടെ അവരെ കൊന്നൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച, അങ്ങനെ ആരംഭിച്ച, അവിടുന്ന് തുടങ്ങി വന്നിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അവിടുന്ന് പോയിട്ട് ഇങ്ങോട്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിനാകെ അമേരിക്ക നടത്തിയിട്ടുള്ള ക്രൂരതകൾ വിശദീകരിക്കുന്നത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന് എന്ന് രേഖത്തം വരെ പോയിട്ട് എന്ത് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അതൊരു തെറ്റല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. എല്ലാ കാലത്തും അമേരിക്ക എങ്ങനെയാണ്, എല്ലാ കാലത്തും അമേരിക്ക എങ്ങനെയാണ്. ലോകത്തെല്ലാ സംഭവങ്ങളും ഞാൻ വിശ്വാസികളെ കൊണ്ടുപോകുന്നില്ല. അത്തരത്തിലുള്ള നൂറുകണക്കിന് സംഭവങ്ങളെ നമുക്ക് പക്ഷേ ഇവിടെ വിശദീകരിക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ആകെ കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ലോകത്തിനാകെയുള്ള ജനാധിപത്യ വിശ്വാസികളെ ഉറപ്പിയെടുക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളാണ് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ഒരു കാലത്ത് കേരളം പോലെ സംസ്ഥാനത്ത് അങ്ങേയറ്റത്തെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, യുദ്ധത്തിനെതിരായി ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾക്കെതിരായിട്ട്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങൾക്കെതിരായിട്ട് വലിയ ബഹുജന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇടക്കാലത്ത് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പിന്നോട്ട് പോകുന്നതാണ്. അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പിന്നോട്ട് പോകുമ്പോഴാണ് ഈ നടപടികളെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ക്രൂരതകളെയൊക്കെ സാധൂകരിക്കാൻ കഴിയുന്ന, അവരെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് മലയാളികൾ പോലും മാറി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അവിടുത്തെ പിന്നെ ഈ മധുരയുടെ രാജ്യത്ത്, ആ രാജ്യത്ത് സംഭവിക്കുന്ന അതിക്രമങ്ങൾ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് രാജ്യം ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഭരണാധികാരികളൊക്കെ നല്ലവരാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ ആ നിലയിൽ ഒരു അന്വേഷണ കാര്യത്തിൽ നടത്തുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണ്? അവിടുത്തെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്, അവരാണ് ഈ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഈ രാജ്യം ഭരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് പുറത്തു നിൽക്കുന്ന വേറൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല. അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ലാതെ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ലോകം ചെന്നുപെട്ടാൽ പിന്നെ എന്ത് ലോകമാണ് നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഗ്ലോബലൈസേഷനെ കുറിച്ച്, ലോകം ഒരു ഗ്രാമമായിട്ടുള്ള വരുന്നതിനെ കുറിച്ച്, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ വാദമടിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ. പക്ഷേ ലോകത്ത് തങ്ങളുടെ ഒരു ജനതയ്ക്കും ജീവിക്കാൻ അവകാശമില്ല. അഥവാ അവർ ജീവിക്കണമെങ്കിൽ തങ്ങളുടെ കാൽക്കീഴിൽ ജീവിച്ചോളണം എന്ന് പ്രഖ്യാപിക്കുന്നതിൽ പരം അപരിഷ്കൃതമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, മനുഷ്യവിരുദ്ധമായിട്ടുള്ള മറ്റെന്താണ് ലോകത്തുള്ളത്? അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ മതിയാവൂ. ആ ചോദ്യം ചെയ്യുന്നതിനുള്ള പ്രതിഷേധങ്ങൾ വളർന്നു വരുന്നതിന്റെ ഭാഗമാണ് ഇന്ന് കോഴിക്കോട് നഗരം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ.